വെൽക്കം ബാക്ക് ടു റിയൽ ഗെയിമിംഗ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗ്രാനി 3. ഈ സിലിണ്ടറെല്ലാം അമ്മച്ചി എവിടുന്ന് വന്നു? ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്. അമ്മച്ചി വന്നിട്ടുണ്ട്. ഓഹോ. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ വന്ന ഗ്രാനി 3 നമ്മൾ പ്രാക്ടീസിലാണ് ഇട്ടേക്കുന്നത്. പ്രാക്ടീസിലെങ്കിലും പുറത്ത് ചാടിയാൽ ഗ്രാനി ഇട്ട് കളിക്കും. ഗ്രാനി ഉള്ളപ്പോൾ പുറത്ത് ചാടിയാൽ ഗ്രാൻഡ് ഇട്ട് കളിക്കാം. ഗ്രാനി ഉള്ളപ്പോൾ പുറത്ത് ചാടിയാൽ സിൻഡ്രല്ല ഇട്ട് കളിക്കാം. പിന്നെ നോർമൽ ഹാർഡ് അങ്ങനെ കളിച്ച് പോവാം. നമ്മുടെ ഡേ 1 നമ്മൾ പോകുകയാണ് ഗൈസ്. എല്ലാം കൂടെ നമ്മൾ ഇട്ട് കളിച്ച് നമ്മൾ ഇവിടെ കിടക്കും. നമ്മൾ ഇവിടെ കിടക്കും. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇപ്പോൾ ഓർത്ത് ഇത് കാരണം എൻ്റെ സ്ക്രീൻ റെക്കോർഡൊന്നും കേൾക്കത്തില്ല. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. കാരണം ഞാൻ ഈ സൗണ്ട് ഓഫ് ചെയ്തത്, ഈ സൗണ്ട് ഇട്ടാൽ ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ ശരിക്കും ചിലപ്പോഴൊക്കെ വീഡിയോ എടുക്കും, കഴിഞ്ഞ് നോക്കും. എപ്പോഴും കുറച്ച് കഴിയുമ്പോൾ നോക്കും ഞാൻ. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ സൗണ്ട് എൻ്റെ കേൾക്കുന്നില്ല. ആ സീന് ഞാൻ ഉണ്ണിക്കുന്നു, ഇരിക്കുന്നു, എടുക്കുന്നു, ഉണ്ണിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഗൈസ്, എങ്ങോട്ടാന്ന് വെച്ചാൽ കഥവൊക്കെ തുറന്ന് നോക്കുക. ഇപ്പോഴാണ് ഗൈസ് ഞാനിത് പ്രാക്ടീസിലാണ് ഗൈസ് ഇട്ട് കളിക്കുന്നത്. നമ്മളിങ്ങനെ വന്ന് ചാടി താഴോട്ട് തുടങ്ങുന്നില്ല, മേളിലോട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ സാധനം തുറന്ന് വലിയ പ്രശ്നമാണെന്നൊക്കെ ആൾക്കാർ പറയുന്നു. ആൾക്കാരല്ല, ഞാൻ ചില വീഡിയോ കണ്ടിട്ടുണ്ട്. എന്തുവാ പ്രശ്നമെന്ന് എനിക്കറിയാൻ പാടില്ല. സിൻഡ്രല്ല വരുമോ അതോ സ്കെൽറ്റൺ എണീച്ച് വരുമോ? എന്തോടെ സ്കെൽറ്റ? എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലേ. എന്നെയൊക്കെ വെളിയിൽ വന്ന് കൊല്ലുമെന്നൊക്കെയാണ് ഞാൻ അത് എൻ്റെ ചെവിയുടെ പ്രശ്നമാണോ എന്നറിയത്തില്ല ഗൈസ്. ഇതും ലോക്കാ. നമ്മൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഗ്രാനിയും ഗ്രാൻഡ് ഇട്ടൊക്കെ എല്ലാവരും ഇട്ട് കളിക്കുന്നതാണ് ഭേദം. കുറേ നേരമായിട്ട് നമ്മൾ നിൽക്കണം അവിടെ. ഇല്ല, ഗ്രാൻഡ്ബയുടെ റൂം ഇവിടെ ആയിരുന്നു. ഗ്രാൻഡ്ബയുടെ റൂം മേളിൽ. ബസ് നമ്മളിവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നോക്കണം. തുറക്കൂ ഒന്നുമില്ലേ. എനിക്ക് തോന്നുന്നു അടുക്കളയിൽ തീപ്പെട്ടി കാണും ഉറപ്പാണ് എനിക്ക്. ഇനി എന്തോ കാണും. ഇത് കീ വല്ലതും. പറഞ്ഞില്ലേ ഗൈസ്, കീ വല്ലതും കാണുന്നു. കീ കണ്ടില്ലേ? വെപ്പൺ കീ ഗൈസ്. ഞാൻ ഒരു ഗസ് കാണിച്ചാണ്. ഈ ട്രോയ്ക്കകത്ത് തീപ്പെട്ടി കാണും. ഇല്ല, ഇവിടെ എവിടെയല്ലോ ഒരു തീപ്പെട്ടി. പ്ലീസ് ഒരു തീപ്പെട്ടി വരൂ. അപ്പോൾ തീപ്പെട്ടി ഒന്നും കിട്ടിയില്ല. വേറെ ശൂന്യമാണ് ഇവിടെ എല്ലാം. നാളികേരം ആദ്യം നമുക്ക് എടുക്കാം. കഴിഞ്ഞ് നമുക്ക് ആദ്യം വെളിയിൽ പോകണം. വെളിയിൽ പോയി ഇത് പൊട്ടിച്ച് ഇതിനകത്ത് എന്ത് കൊള്ളയെന്ന് നോക്കാം. ഇതിനകത്ത് കോയിനെങ്ങാനും കിട്ടി നമ്മൾ പിന്നെ വേറൊരു എസ്കേപ്പിന് നോക്കത്തില്ല. ഡയറക്റ്റ് നമ്മൾ ട്രെയിൻ എസ്കേപ്പ്. സംഭവം ഇതെങ്ങനെ ചെയ്യുന്നത് അറിയാൻ വയ്യ. എന്നോട് ചോദിക്കട്ടോ ഇതെങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത്. എപ്പോഴല്ലോ മനസ്സിലായി. ഓക്കെ ഗൈസ്, എന്താ ഉള്ളത്? ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ കോയിൻ ആയിരിക്കും കിട്ടിയെന്ന്. അപ്പോൾ നമ്മളിനി ട്രെയിൻ എസ്കേപ്പിനുള്ള പണിയാണ് നോക്കുന്നത്. വെപ്പൺ കീ എടുക്കണം. വെപ്പൺ കീ എടുത്തിട്ട് വേണം എനിക്ക് വെപ്പൺ എടുക്കുക. ഇല്ല, ഇതിവിടെ വേണം ഡ്രോപ്പ് ചെയ്തിട്ട് പോയാൽ പക്ഷേ താഴോട്ടും കിട്ടിട്ടൊന്നും ഒന്നുമില്ലല്ലേ. ഞാൻ പോയി വെപ്പൺ കീ എടുക്കാൻ പോകണം ഗൈസ്. ഇത് ഒന്നുമില്ലല്ലോ. ഞാൻ ഇങ്ങോട്ടൊന്ന് ഡ്രോപ്പ് ഇനി ഗൈസ് ഞാൻ വെപ്പൺ കീ എടുത്തിട്ട് വരാൻ പോവുകയാണ് ഗൈസ്. നമ്മളെന്തായാലും ഇത് ഈ ട്രെയിൻ എസ്കേപ്പാണ് ചെയ്യുന്നത്. വെപ്പൺ കീ എടുത്ത് നമുക്ക് സൈഡിൽ നമ്മുടെ താഴെ ഇതില്ലേ അതിൻ്റെ കൂട്ടത്തിൽ ടിക്കറ്റും എടുക്കണം. ആദ്യം ഗ്രാൻഡ്ബയുടെ മുറിയിൽ പോയി ഇതെടുക്കണം. അത് കഴിഞ്ഞ് വെളിയിൽ പോകണം. ഇതിനകത്തൊക്കെ വല്ലതും കാണും.
പിയാനൊക്കെ വായിക്കാൻ കൊള്ളാം. എൻ്റെ ഗ്രാൻഡ് പാ, ഹായ് ഗ്രാൻഡ് പാ. ഗ്രാൻഡ് പാക്ക് വയ്യ, ഗ്രാൻഡ് പാക്ക് പനിയാ. ഗ്രാൻഡ്മയുടെ പനിയും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ തീരുവോട് പോയി വെളിയിൽ പോയി കല്ല് പറക്കാൻ പോകണം. കാണാൻ പറ്റില്ല. സ്റ്റോൺ ഉണ്ടോ ഇവിടെ? ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്റ്റോൺ വേണമല്ലോ. എനിക്ക് സ്റ്റോൺ വേണേ. അതുകൊണ്ട് സ്റ്റോൺ. അയ്യോ, അതുകൊണ്ട് പൊട്ടെ കുഞ്ഞു പിക്ക് ഇട്ട് ഞാൻ എടുത്തു. ഇനി വേറെ ഒരു 3 സ്റ്റോണെങ്കിലും നമ്മൾ എടുത്തിട്ടേ പോകത്തുള്ളൂ എന്നൊന്നുമല്ല, 3 സ്റ്റോണേ ഇതിൽ കയറത്തുള്ളൂ. എന്തിനാ കുഞ്ഞ് വേറെ കല്ല് വെപ്പിട്ട് ആണോക്ക്? വേറെ കല്ലുണ്ടോടെ? ഒരു കല്ല് ഒരു വീടിൻ്റെ അയലോകത്തില്ലല്ലോ. ഇതങ്ങനൊക്കെ ഓർമ്മ. ആ കല്ലിനെയും കിട്ടത്തില്ല. ഞാൻ പൊട്ടനാണോ അതോ മണ്ടനാണോ? അതുകൊണ്ടാണ്ടോ ഞാൻ ഷൂട്ട് ചെയ്തില്ലേ? ഞാൻ ഷൂട്ട് ചെയ്തതല്ല ഉറപ്പ്. അതുകൊണ്ടൊരു കല്ല് അവിടെ. ഗൈസ് നമ്മൾക്ക് 3 കല്ല് കിട്ടി. ഇനി നമ്മൾ താഴെ പോവുകയാണ് ഗൈസ്. ഇതാറാ മേളിൽ നിന്ന് ചാടിയത്. ഇനി ഗൈസ് നമ്മൾ താഴെ പോകുന്നു. ടിക്കറ്റ് പിന്നെ എടുക്കാം. ആദ്യം നമുക്ക് ഇവിടെ ഉള്ള ഗെയിം കാണും. ഇതിനകത്ത് പല സാധനം കിട്ടും. പിന്നെ നമുക്ക് ഷെഡിൻ്റെ കീ വേണം. കോയിനെടുത്താൽ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോകും. ആദ്യം ഞാൻ വന്നത് ഇത് തുറക്കാനാണ്. ഈ സാധനം പോളി സാധനം എന്തോ ഇതിനുള്ളതാണെന്ന് അറിയാൻ പാടില്ല. ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കുറേ വരത്തില്ല. ഷൂട്ട് ഇതിനകത്ത് കയറി എനിക്ക് വല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു ഉയരം അങ്ങോട്ട് കൂടും ഇതിനകത്ത് കയറി. എന്തോ കയ്യാ. സേഫ് കീ എവിടത്തേക്ക് ചെയ്യാമെന്ന് എനിക്ക് സേഫ് കീ എവിടെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയുവാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഗൈസ്. എനിക്കറിയത്തില്ല, അറിയാത്തോണ്ട്. സേഫ് കീ എവിടെ യൂസ് ചെയ്യണ്ടേ? ഇപ്പം പിന്നെ ഈ ടേഡിയുടെ സിൻഡ്രല്ലയോ മറ്റേ സംഭവത്തിൻ്റെ ഒരു തൊട്ടിയില്ലേ, ഞാൻ ഇന്നലെ കളിച്ച് നോക്കിയപ്പോഴും നോക്കി, അതെനിക്ക് കിട്ടുന്നേയില്ല. സേഫ് കീയും സിൻഡ്രല്ലയുടെ കളിപ്പാട്ടം എവിടെ യൂസ് സിൻഡ്രല്ലയുടെ കളിപ്പാട്ടം വേണ്ട, അതെനിക്ക് ഞാൻ തപ്പിക്കോളാം. ഈ സേഫ് കീ യൂസ് ചെയ്യേണ്ട എവിടെയാണെന്നൊന്ന് പറഞ്ഞുതരൂ. ഒരു ടിക്കറ്റ് കൂടെ എടുത്തിട്ട് പോവാം. സേഫ് കീ എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരണേ ഗൈസ്. കമൻറ്റ് ഇട്ടാൽ മതി. ടിക്കറ്റ് ഞാൻ താല്പര്യം എന്തിനുണ്ടോ കേട്ടോ. ട്രെയിൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോരാ വരത്തില്ലെന്ന് ഞാൻ വെച്ച്. സേഫ് കീ ഇല്ല. മറ്റേ സംഭവം എൻ്റെ ഇത് പോട്ടെ. ഞാനെടുത്ത മറ്റേ നമ്മൾ കോയിൻ എടുക്കാമെന്ന് എന്തോ ഓർമ്മയില്ലായ്മയാണ് ഗൈസ്. ഈ ഗ്രാനിയോ ഗ്രാൻഡ്പയോ ഇങ്ങനെ കയറി വന്നാൽ നമ്മൾ കഥ ഇതുവരെ ആരെയും കണ്ടില്ല. ഒരാൾ പോലും എന്നെ ഭയന്ന് വരത്തില്ല. ഇനി നമുക്ക് നോക്കുള്ളൂ എന്തുവെന്ന് വെച്ചാൽ. ഇല്ല ഗൈസ്, നമ്മൾ ഒരുമാതിരി എല്ലായിടത്തും നോക്കിയല്ലേ ഗൈസ്? ഇല്ല, നമ്മളൊരിടത്ത് നോക്കിയില്ല. അണ്ടർഗ്രൗണ്ടിൽ മറ്റേ സ്ഥലത്ത് നമുക്കറിയാമോ ഗൈസ് ആ സ്ഥലം ഏതാണ്? യെസ് ഗൈസ്, നമ്മുടെ കടയിൽ തന്നെ ഗൈസ്.
ഇത് എത്ര പേര് ഗ്രാനി കളിക്കുന്നുണ്ടെങ്കിൽ ഗ്രാനി കളിക്കുന്നവരെല്ലാം ഗ്രാനി എന്തുവാ എന്തേലും വിടും. ടിക്കറ്റില്ല ഇല്ല, ഞാൻ കൊടുത്തൊരു കളി അറിയാത്തതുകൊണ്ട് നോക്ക്. ഇപ്പോഴല്ലേ ഓർത്ത് ഞാൻ അറിയാത്ത ടിക്കറ്റൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ തുറക്കണൊക്കെ ഇങ്ങനെ പോയിട്ട് തുറക്കണമല്ലോ. ഇതിനെനിക്ക് നല്ലൊരു അലാറം സൗണ്ട് ഇഷ്ടം. നമ്മൾ ഓഫ് ചെയ്തു. ഗ്രാനിയൊക്കെ കാര്യമൊന്നും നമുക്ക് ഇവിടെ എന്തെങ്കിലും എടുക്കാൻ ഒന്നുമില്ല. ഇവിടെ ഞാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു വന്ന സ്ഥലം. എന്തായാലും നമുക്കിതുവഴി ഇങ്ങോട്ട് നൈസിന് ഇങ്ങോട്ട് പോവാം. ഇത് തുറന്നാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഇതിനകത്ത് പിന്നെ ഗ്രാനിയും ഗ്രാമ്പയൊന്നും വന്ന് നോക്കത്തുമില്ല. ജയിലൊക്കെ എന്തിനാ അടച്ചിട്ട് തുറന്നിട്ട് എന്തിനാ അടച്ചിട്ട് ഇതിനകത്ത് ആളുണ്ടെന്നൊക്കെ കേട്ട കാര്യമാണ്. അപ്പോൾ ഗൈസ് നമ്മളിനി മണ്ടയ്ക്ക് കിച്ചണിൽ പോവല്ല, നമ്മൾ ഇവിടെ പോവാണ് ഗൈസ്. ഇവിടെ ഈ സാധനത്തിനകത്ത് ഇത് ഓപ്പണല്ല. ഗ്രാനിയുടെ റൂമേ ഇവിടെ. ഗ്രാനിയുടെ റൂമിലല്ല ഗൈസ് നമ്മൾ പോകുന്നത്. ഒരു ടെക്നിക്ക് ഇതുവഴി പോയി ഇത് അടച്ചിട്ടിട്ട് പിന്നെ ഞങ്ങൾക്ക് എന്തോ കാണാനാണ് അതിനെന്തിനാ ഇത് പറഞ്ഞേ? എന്തിനാണ് നമുക്ക് അത്യാവശ്യത്തിന് താഴെ പോകാൻ ഞാൻ കാണിച്ചാലോ ഒരു വഴി. ചാവത്തില്ല, അത്രേ ഉള്ളൂ. ഇങ്ങനെ അടിച്ചു പൊട്ടിച്ചല്ലോ മതി. അടിച്ചു പൊട്ടിച്ചുണ്ട്. പ്രോബ്ലം കുഴപ്പമില്ല. ഞാൻ പിന്നെ പൊട്ടനാ ഇവിടെ ഞാൻ പോകുന്നത്. ഞാൻ മഴ പോകുമ്പോൾ ഇല്ല വയസ്സ് എനിക്ക് ഇത് കുറേ തപ്പമുള്ള സ്ഥലമൊന്നും കിട്ടുകയില്ല. ആ പ്ലാങ്കൊക്കെ ഇവിടെ വല്ലതും ഉണ്ടോ? ഇനി അടുത്ത് കഴിഞ്ഞിട്ട് നാളികേരം ഓടുന്ന ഷെഡ് വരെ പോവാം. പക്ഷേ ഇലക്ട്രിക് വയർ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു. എനിക്ക് ഇലക്ട്രിക്കിൻ്റെ വയർ അത്യാവശ്യമുണ്ട്. ഇനി പ്ലാങ്കൊക്കെ എവിടെയാണോ കൊണ്ടുവച്ചേക്കുന്നത്? ഇല്ല, ഇലക്ട്രിക് വയർ എടുത്തിട്ട് കൊണ്ടുപോയാൽ പറ്റും. ഇത് ഞാൻ ലിഫ്റ്റിൽ കൂടെ താഴോട്ട് ഇങ്ങോട്ട് വരാം. ഈസി ഗൈസ്. ഞാൻ പൊട്ടത്തരം ചെയ്യുവാന്നൊന്നും വെക്കില്ല, താഴെ കിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു താഴെ ഒട്ടിക്കാണ്. ഇനി നമുക്ക് പോകാം. ഗൈസ് നമ്മൾ മറ്റേ സാധനം എടുക്കണം. തോപ്പുണ്ടോ? ഇനി നമ്മൾ തപ്പുള്ള സ്ഥലം ഇവിടെ. തപ്പം കുറേ സ്ഥലമുണ്ട്. എനിക്ക് ഈ സ്ഥലമൊന്നും അറിയത്തില്ല തപ്പണ്ടേക്ക്. നമ്മളിവിടെ കിച്ചൺ ഇതല്ല, നമ്മുടെ ഷെഡ് ഇവിടെ വന്ന് കാണുമല്ലോ. കൊണ്ടുപോയി ഞാൻ പറഞ്ഞു ഷെഡിൻ്റെ ഇവിടെ ഇവിടെ എന്തിനാ നമ്മളെന്ന് ഈ കബോർഡൊന്നും തപ്പിയില്ല. ഈ കബോർഡൊന്നും നമ്മൾ തപ്പിയില്ലല്ലോ. ഇതൊന്നും ഇല്ലെന്ന് അറിയാം, പിന്നെ ചുമ്മാ ഒന്ന് ഇത് വാട്ടറല്ലോ. ഓക്കെ, ഷെഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വരാം ഗൈസ്. ഷെഡ് എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഇത് തുറന്നിട്ടേക്ക് നല്ല ഉപകാരം. ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കാം. ഇവിടുന്ന് ഇലക്ട്രിക് വയറൊക്കെ പോകുന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നല്ല ലെക്ക ഇതിനകത്തുനിന്നൊക്കെ ഇലക്ട്രിക് വയറൊക്കെ കിട്ടും. ഞാനീ ഗ്രാൻഡ്ബേൻ തട്ടും. ഇതിനകത്തെന്തോ സംഭവമുള്ളത്? തീപ്പെട്ടി. പ്ലാങ്ക് ഇതിനകത്തുണ്ടോ? നമുക്കൊന്ന് ഡോണൊക്കെ എന്ത് വരുന്ന സംഭവം, ആ ഒരു സംഭവം വേണം. നമുക്കിപ്പോൾ ആദ്യം പ്ലാങ്ക് എടുത്ത് മണ്ടയ്ക്ക് പോകാം നമുക്ക്. ഇനി ഇതിൻ്റെ ആവശ്യം തോന്നുന്നു.
ഷെഡ് ഇനി ഷെഡുണ്ടോ ഇല്ലല്ലോ. ഇല്ല ഷെഡിന് ഇല്ലല്ലോ. ഓപ്പണില്ല നമ്മുടെ സംഭവം നമ്മളിനി നേരെ നടന്നു പോകണം. മണ്ടയ്ക്ക് കയറിയിട്ട് വല്ലതും കിട്ടുമോയെന്ന് നോക്കണം. അരിച്ച് പറക്കണം നമുക്കവിടെ. ഇനിയും കുറേ സ്ഥലമുണ്ട്, പക്ഷെ ഞാൻ ഇതെന്തോന്ന് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. കുറേ വീഡിയോ ലോങ്ങായി ഞാൻ നിർത്തിയിട്ട് പോട്ടാ. ഇതുകൊണ്ടായിരുന്നല്ലോ പ്ലാങ്ക് വെക്കുന്നത്. ഇവിടെ 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 അടി നോക്കുന്നു. ഞാൻ മറന്നുമില്ലേ. ഇങ്ങനെ എന്തോ പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറി എന്തിനാ പിന്നെ ഇത് ഇവിടെ എന്തായിരുന്നു ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗേറ്റിനുള്ള എന്തോടെ 5 days പൊളിച്ചല്ലേ. 5 days എന്തെങ്കിലും ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതിനു വേണ്ടിയാണോ ഞാൻ വന്നിവിടെ? ഇപ്പോൾ ഓർത്ത് സിൻഡ്രല്ലയുടെ മുറി ഇതെങ്ങനെ ഇപ്പോൾ അപ്പുറത്ത് പോകുന്നത്? എങ്ങനെ ഇതിന് വേറെ വഴിയുണ്ട്. സോ നമുക്ക് ടിടി എടുത്തോണ്ട് വരാം. ഞാൻ വഴി മറന്നേ പോയി. ആ വഴി ഞാൻ മറന്നേ പോയി. നമുക്ക് 2 സാധനം വേണം. ടിടിയും വേണം, മറ്റേ സംഭവം എടുത്തോണ്ടും വരും. ഇതാദ്യം കൊണ്ടുപോകും, പിന്നെ മറ്റേത് കൊണ്ടുപോകും. ടിടി ഇട്ടിട്ട് നമുക്ക് ട്രെയിൻ കീ കിട്ടുമെന്ന് നോക്കാം. മരം കിട്ടണം. അപ്പോൾ നമുക്ക് ഇത് ഒഴിക്കാമെന്നല്ല ഓടിക്കാം. ഇല്ല ഞാൻ എപ്പോഴാണ് മറന്നുപോയേ. നമുക്ക് അതിനകത്തൊന്നും എന്തുവായിരുന്നു കിട്ടിയേ? അപ്പം ഞാൻ എന്തോ പ്ലാങ്ക് മാത്രമല്ല എടുത്തോണ്ട് വന്നേ. വേറെന്തോ ഒരു സംഭവം അതിൻ്റെ ഉള്ളിലായിരുന്നു. എന്തിനാ ഞാൻ ഇവിടെ വന്നേ? ഇല്ല ഞാൻ ഏത് വഴിയാണ് വന്നേ? ഞാൻ മേളിൽ കൂടെ പോവല്ലേ നോക്കി. ഞാൻ ഇപ്പോൾ അതുവഴി പോകാനുള്ള വഴിയൊക്കെ പഠിച്ചത്. ഇപ്പോഴൊന്നും അല്ല, ഞാനിത് ഡിലീറ്റ് ചെയ്തൊക്കെ കിട്ടിയത്. കാക്കയുടെ മുട്ടി എന്തോ ഉള്ളതെന്നോ. ഇലക്ട്രിസിറ്റിയുടെ വയറ് തോണ്ട മരം. ഓക്കെ നമുക്ക് തീപ്പെട്ടി ആ ഷെഡിനകത്തുണ്ട്. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടി. ഏതാ മുറി? ഇതൊന്നും അല്ല എനിക്ക് വേണ്ടേ. എനിക്ക് ഇവിടുന്ന് ആ സൈഡ്, ഇവിടുന്ന് ആ സൈഡെന്ന് വെച്ചാൽ നമ്മളിത് ഇവിടുന്ന് വന്ന് റൈറ്റിലോട്ട്, അതായത് ഇവിടുത്തെ മുറി. തൊട്ടി ചെയ്തിട്ട് എൻ്റെ ഓൾഡ് ക്രബ്. ഇതൊന്നും കിട്ടിയില്ലല്ലോ. സാധാരണ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഞാൻ പോസ് ചെയ്തതാണ് ഗൈസ്. അപ്പോൾ ഇതെങ്ങനെ ഡ്രോപ്പ് ചെയ്യണം അല്ലേ? ആ ഓക്കെ. ഇത് ഏതാ അമ്മച്ചി? എനിക്ക് വേണ്ട പേടിയാവണ്. ഈ പുറത്തില്ല സിൻഡ്രല്ല അമ്മച്ചിയുടെ മുഖം വന്നിരിക്കുന്നത് കാണണമല്ലോ. ആ പുളി അമ്മച്ചി ട്രെയിൻ ചെയ്താ ഇതെവിടത്തേക്കാ എനിക്കറിയത്തില്ലല്ലോ. തരാ ചേട്ടാ. തരൂ. സോറി ചേട്ടാ, അത് പറ്റിയത്. താഴെ പോ. ആ അവിടുന്ന്
നമ്മൾ താഴേക്ക് എന്തോ ഞാൻ ചെയ്യണേ ഇനി പൊങ്ങത്ത ഗൈസ്. ഇനി നമ്മൾ ചെയ്യുന്ന ഇലക്ട്രിക് വയറുണ്ടാക്കാൻ പോകുന്നതെന്നല്ല, നമ്മൾ പോയിട്ട് ഇതെടുക്കാൻ പോവാം ഗൈസ്. നമ്മൾ പിന്നെ അതിടാം. അതിന് മുമ്പ് തീപ്പെട്ടി എടുത്തുകൊണ്ട് പോട്ടെ. തീപ്പെട്ടി എടുത്തുകൊണ്ട് പോയി പിന്നെ തിരിച്ചിവിടെ വന്ന് ഇതും എടുക്കണം. ഇവിടെ ഒന്നും എടുക്കണ്ടല്ലോ. ആ മരം കൂടെ എടുത്ത് നമുക്ക് കാക്ക ഓടിക്കുക. ഇവിടെ എല്ലാം ഉണ്ടോടെ വന്ന് വീണിട്ട്. ഇതിന് ഇവിടെ പോയിട്ട് ഞാൻ ഇതെടുക്കാൻ ഇട്ടായിരുന്നു. ഇപ്പോൾ ഇനി തീപ്പെട്ടി എടുത്ത് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് മറ്റേ സാധനം കൊണ്ടുപോയിട്ടണം കാക്കയെ ഓടിക്കാതെ. ഇലക്ട്രിക് ട്രെയിൻ എസ്കേപ്പ് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴും അറിയുന്നത്. ഇല്ല, ഞാൻ എന്തിനും കൂടെ അറിയുന്നു. പറഞ്ഞപ്പോൾ ഓർത്ത് ഈ ഇവിടെ നിന്ന് ഡയറക്റ്റ് അങ്ങ് ഇടാലോ. എല്ലാ റൂമിൻ്റെ അവിടെ ഇതില്ലേ. ഏതാ റൂം? സംഭവത്തിന് ഇനി ആ മരം ഇവിടെ കണ്ട് ഞാൻ കണ്ട് അതുകൊണ്ട് ഗൈസ് മരവും കിട്ടി. നീ കാക്ക ഓടിക്കാൻ പോകും. ഇവിടെ ഞാൻ അകത്തോട്ട് ചാടട്ടെ. പോ ഇത് വെച്ച് ചത്ത. ഞാൻ വിചാരിച്ചു ചത്തു. ഡ്രോപ്പ് തീപ്പെട്ടിയിട്ട് പോവാ. സമയമായി. ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ മരം എടുക്കട്ടെ. ഓക്കെ ഗൈസ്, മരവും എടുത്ത് ഇനി കാക്ക ഓടിക്കാം. ഡ്രോപ്പ് ചെയ്യാം. നമുക്കിനി മേളിൽ പോകണം. കാക്ക ഓടിച്ച് ഇലക്ട്രിക് അപ്ലയൻസ് കൊടുക്കണം. അപ്പം നമുക്ക് ഓക്കെ. ഇത്രയും മേളിൽ നിന്ന് ചാടാൻ ഒക്കുമോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇത്രയും മേളിൽ നിന്നൊക്കെ ചാടി ഞാൻ തീരും. കാക്ക പോലെ പിന്നെ കാക്കട. ഓക്കെ, ഇലക്ട്രിക് അപ്ലയൻസ് എടുക്കുക. ഇപ്പിച്ചെടുക്കണേ കയറും. കണ്ടോ വോയിസ് ഒറ്റടിക്ക് അടിക്കാവും. അതുകൊണ്ട് ഇവിടെ നമ്മുടെ സംഭവം ഷെഡ് അവിടെ ഇല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ കറണ്ട് കൊടുത്തിട്ട് പോവുകയാണ് ഗൈസ്. വീഡിയോ അവസാനിപ്പിക്കുക. ഇപ്പം മനസ്സിലായി ഒരു ദിവസം കൊണ്ടൊന്നും ഇലക്ട്രിക്കിൻ്റെ ട്രെയിനിൻ്റെ സംഭവം ഒന്നും നോക്കത്തില്ല ഗൈസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകത്തില്ലായിരുന്നു. നോട്ടോ ലിഫ്റ്റ് വർക്ക് ചെയ്യുമെന്ന് ആർക്കറിയില്ല. ഇലക്ട്രിക്കായി ഗൈസ്. നമുക്ക് മണ്ടയ്ക്ക് ഇത് റൂം, ഇത് മറ്റേ റൂം നമുക്ക് താഴോട്ട് പോകണം.
പേഴ്സ് ഞാൻ നേരെ ഇത് പോയി ഇത് മറ്റേതെടുത്തോണ്ട് വരാം. മണ്ടയ്ക്ക് ഇത് പൊളിക്കുള്ളൂ. അല്ല എനിക്ക് സ്റ്റെപ്പ് കയറി വന്നു എന്തോ പൊളിക്ക്. പൈസ നമ്മളത് തുറക്കുമ്പോൾ വേറെ വല്ലതും കിട്ടും. അങ്ങനെ കുറേ ഇനിയും ചെയ്യണം. നമ്മളിപ്പോൾ ചെറുതായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ കളിച്ച് യൂട്യൂബൊക്കെ ഇട്ട് ചുമ്മാ ഇത് എൻ്റെ കൂട്ടൊന്നും അല്ലല്ലോ. ഇതിലും നന്നായിട്ടൊക്കെ നമ്മൾ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി കൊണ്ട് ഞാൻ ചെയ്യാൻ കുറേ ഇത് കഷ്ടപ്പെട്ട് ഇതൊക്കെ എടുത്ത് ഒന്ന് നമ്മൾ ആ സാധനം കൊണ്ട് തുറന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ. അടുത്ത പാർട്ട് പിന്നെ വരുന്നതായിരിക്കും ഗൈസ്. അടുത്ത പാർട്ട് ഞാൻ ഇത്രയൊക്കെ റെഡി ആക്കിയിട്ട് വീണ്ടും വരും. ഞാൻ ഇപ്പം ഇന്നലെ കയറി വന്ന് വട്ടം എനിക്ക് ഇനി അതിവിടെ വരുന്നിടം വരെ കാത്തിരിക്കണ്ട. ഓക്കെ, ഇനി മേളിലോട്ട് പോകാം ഗൈസ്. കണ്ണ് പൊട്ടിക്കളിയുന്ന പോലെ കളി. ഗൈസ് നമുക്ക് താഴോട്ടങ്ങ് പോകാം ഗൈസ്. നമുക്കെല്ലാം അപ്പം തന്നെ കിട്ടുന്നു ഗൈസ്. ഇതെന്തോ ഇതിവിടെ വെക്കുള്ളൂ, എന്തോത്തിനുള്ള ഇതിവിടെ വെക്കുള്ളൂ. ഇത് ട്രെയിനിൻ്റെ അല്ലേ? ട്രെയിനിൻ്റെ ഗൈസ്. എന്തിനാ നമ്മളിവിടെ എടുത്തുകൊണ്ട് പോകുന്നത്? നമുക്കിപ്പോൾ ട്രെയിനിനെ കൊണ്ട് പോകാൻ ഇതിലെന്തിനാ? ഇത് സുഖമല്ലേ? ഇത് കഷ്ടം ഇങ്ങനെ. നമ്മൾ ഇന്ന് ട്രെയിൻ എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ വീഡിയോ നിർത്തുമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കൈ നോക്കിയിട്ട് പോകാമെന്ന് വെച്ച് ഗൈസ്. ബാക്കി സാധനമൊക്കെ എവിടെ നിന്നാണ്? ഇതിൻ്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. സേഫ് കീയും കൊണ്ട് എവിടെയാണ് പോകണ്ടേ? എൻ്റെ മനസ്സിൽ കുറേ ചോദ്യം തിങ്ങി നിറഞ്ഞു നിൽപ്പോൾ. ട്രെയിൻ തുറക്കണോ? ട്രെയിൻ തുറക്കണ്ടേ? ഇലക്ട്രിക് കൊടുത്ത ട്രെയിൻ തുറക്കുമല്ലേ? ഇനി നമുക്ക് വേണ്ടത് എന്ത്? അതിന് ട്രെയിൻ കീ നമുക്ക് കിട്ടിയില്ല. ഇതെന്തോ ഇതിൻ്റെ ഉള്ളിയോ? സൗണ്ട് ഇട്ടാലേ ഗ്രാനിയൊക്കെ വരും. പിന്നെ എപ്പോഴാണ് അറിയാവൂ. സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചാൽ ഒന്നും കേൾക്കത്തില്ല. നമുക്ക് നമ്മുടെ ട്രെയിനിൽ മാത്രം മതി. ഇനി നമ്മളെവിടെ പോകും? നമ്മുടെ ഇതെടുക്കണം. നമ്മളിതവിടെ മനസ്സിലാക്കി വെച്ചു. നമ്മളിത് പോകണം, 2 കുപ്പി എടുക്കണം. അവിടെ ഇടണം. അപ്പം ട്രെയിൻ ചെയ്യും. എനിക്ക് തോന്നുന്നു എനിക്ക് നമ്മുടെ ഇതല്ല. നമ്മുടെ സേഫ്റ്റിയോ ഇവിടെ ഒന്നു ഇത് കൊണ്ട് കിട്ടുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഇതില്ലായിരുന്നു. എന്ത് വയസ്സ് പൊട്ട്ലോക്ക് ചെയ്യോ? അതെന്തോ വീഴുന്നത്. നമ്മുടെ ഇതെന്ത് ചെയ്യും? ഇതൊന്നും അല്ല എനിക്ക് വേണ്ടേ.
എനിക്ക് വേറൊരു സാധനമായിരുന്നു വേണ്ട. അതെനിക്ക് നമ്മുടെ ഇത് പടമായിരുന്നു നമ്മൾ കഴിഞ്ഞ് ഈ സാധനം എന്ത് തീർന്നു നമ്മൾ. ഈ ഇലമാരി ഞാൻ തുറന്നില്ലല്ലോ. അതൊന്നും ഒന്നുമില്ല, ചുമ്മാ തുറന്നൊക്കെ. ഞാൻ പൊട്ടനാ. ഞാൻ അതെവിടെ കൊണ്ടിട്ട്? ഈ ഇലക്ട്രിക്കൽ സ്വിച്ച് എനിക്ക് എവിടെ നിന്ന് കിട്ടി? അത് എളിയുന്നു. ഞാൻ ഇതെടുക്കാൻ വന്നു ഗൈസ്. ഇവിടെ ഇതെടുക്കാൻ വന്നപ്പോൾ ഇവിടെ കൊണ്ടിട്ടു. കണ്ട ഗൈസ്. എന്ത് ചെയ്യുക? സേഫ് കീ എവിടെ ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യം പോയി എവിടെ നിന്നായാലും ആ കീ ഒക്കെ ഉപയോഗിച്ചുള്ള സ്പേസ് കണ്ടുപിടിക്കണം. എങ്കിലല്ലേ സേഫ് കീയുടെ ഇതെന്തോ ഇതിനെന്തോ കീയ എനിക്ക് മറ്റേ മണ്ടയ്ക്ക് പറ്റി. ഇപ്പം ഞാൻ ഇതെടുത്ത് നമുക്കുള്ള എല്ലാം ആയി ഗൈസ്. ഞാനിനി ആ കുപ്പി എടുക്കാൻ പോവുകയാണ് ഗൈസ്. അത് ഞാൻ ഇതുവഴി പോവാം. എനിക്ക് അവിടെ അല്ല പോകണ്ടേ, എനിക്കിവിടെ പോകണ്ടേ. ഞാൻ മറന്നേ പോയി ഗൈസ്. ഇതിനി അടിച്ച് താഴണം. ഇവിടേക്ക് ഏതൊക്കെ ബോട്ടിൽസ് ഇല്ലേ? ഇനി വേണ്ട ആ ബോട്ടിൽ CCTV ഗേറ്റിൻ്റെ അടുത്ത് ക്യാമറ ഇല്ല ഗൈസ്. ഇത് നമ്മളെടുത്ത് അതുപോലെ നമുക്ക് നോർമൽ എടുക്കുകൊണ്ട് തടിച്ചിടുന്നതിന് എവിടെ ഒന്ന് ആർക്കറിയാം. നമ്മൾ ഇതെടുക്കണം ഗൈസ്. ഇത് കഴിഞ്ഞ് കുറേ സംഭവം നമ്മൾ ഇനിയാണ്. ഇതെടുക്കണം, വെള്ളം നിറച്ച് അവിടെ കൊണ്ടുവെക്കണം. വെള്ളം അവിടെ ഗൈസ്, നമ്മൾ ഇനി അവിടെ പോയി വെള്ളം നിറച്ച് കൊണ്ടുവരണം. ഇച്ചിരി ടാസ്കുള്ള പണിയാണ്. എനിക്കൊന്ന് ഗൈസ് ട്രെയിൻ കീ അവിടെ നിന്ന് കിട്ടുമെന്ന് എൻ്റെ ബലമായ സംശയം. നമ്മുടെ സാധനം നമുക്ക് ഇനി വീണ്ടും ചെന്നെടുക്കണം ഗൈസ്. എന്തോന്ന് നമ്മുടെ മറ്റേ കുപ്പി. ഇവിടെ മാത്രം നമ്മളെല്ലാം കൊണ്ടിടുവാണ് ഗൈസ്. നമ്മൾ താഴോട്ട് പോകുന്നു ഗൈസ്. ഇല്ല, ഞാൻ പൊട്ടനായിരുന്നു. മുമ്പേ എനിക്ക് തൊഴിയുന്നു താഴോട്ട് വന്നാൽ. ഇനി നമുക്ക് രണ്ടും കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് പെറ്റ് ലോക്ക് എടുത്തുകൊണ്ട് വരാം.
അപ്പം എനിക്ക് നല്ല ഉറപ്പുണ്ട് ട്രെയിൻ കീ കിട്ടുമെന്ന്. ഒടിഞ്ഞ് ഞാൻ താഴോട്ട് നോക്കട്ടെ. പോകും കൊണ്ടുപോകും. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോയി നിറഞ്ഞിട്ടുണ്ടോ ഇനി നല്ല ഡൗട്ടായി. ഇവന്മാരൊക്കെ നിറയുമോ ഇല്ലയോ. ഇപ്പം അങ്ങോട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തിയാണ്. ശരി ഗൈസ്, സൈനിങ് ഔട്ട്.